ഡോൺസ് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ ഡോൺസ്. അപ്പോൾ ഇക്കൂടെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് മൈദ ഇടുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. അപ്പോൾ ഞാൻ 1 പീസ് ബട്ടറാണ് ഇടുന്നത്. നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ഇട്ടത്. അപ്പോൾ ഇനി ഉപ്പിടുമ്പോൾ കുറച്ചിട്ടാൽ മതി. പിന്നെ 5 ടീസ്പൂൺ പഞ്ചസാര, ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടിരുന്നത്. പൊടിച്ച പഞ്ചസാര 5 ടീസ്പൂൺ കുറച്ച് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ 5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഇട്ടു. ഇനി അതിനുശേഷം 1 മുട്ട പൊട്ടിച്ചിടാം നമുക്ക്. അങ്ങനെ മുട്ടയും പൊട്ടിച്ചിട്ടു. ഇനി നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് പാലാണ്. അപ്പോൾ 1/2 ഗ്ലാസ് പാല്, പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടണുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടുള്ളൂ. ഇപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഇടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിടാം. ആ കുറച്ച് പാല് ഞാൻ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചു. അതിനുശേഷം കുറച്ചും കൂടി പാല് ബാക്കി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. നല്ലോണം കുഴക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് ഈ ഒരു ടെക്സ്ചറിലെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിനൊക്കെ കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു തിക്നെസ്സിൽ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച്, ഞാൻ പിന്നെ കുറച്ച് ബട്ടർ എടുത്ത് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കിനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് കുഴക്കണം. നല്ലോണം കുഴച്ചാലേ നല്ല സോഫ്റ്റ് ഡോൺസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു പാത്രം വെച്ച് മൂടി അതിനുശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് തുറന്ന്, അപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊന്നും കൂടി നല്ലോണം കുഴച്ചെടുക്കണം. അപ്പം ഞാനിനി ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാൻ പോണേന്. അപ്പോൾ അതിക്ക് മുമ്പ് കുറച്ചും കൂടി മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ച് എടുത്താലേ ആ ഡോൺസിൻ്റെ കറക്റ്റ് ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കൂടി മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തണ കൂട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കാം. അതും പറഞ്ഞ് നല്ല നൈസായിട്ട് പരത്തരുത്, അത്യാവശ്യം ഒരു കട്ടിയിൽ പരത്തിയെടുക്കണം. എന്നാലേ ആ ഡോൺസിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രം വേണം, റൗണ്ട് ഷേപ്പുള്ള പാത്രം എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ അതിങ്ങാട് വിട്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ ഡോൺസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓൺലൈനൊക്കെ കട്ടറൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ മേടിച്ചിട്ടായാലും ചെയ്യാം, അതാണ് കുറച്ചുകൂടി എളുപ്പം. ഇത് നമുക്ക് എന്തെങ്കിലും ഇതേപോലെ പാത്രം എടുത്ത് എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അനക്കിയാൽ ഇങ്ങനെ പോരും. അങ്ങനെ എല്ലാം ഞാനിങ്ങനെ പ്രസ് ചെയ്ത്, ഇനി നമുക്ക് വേണ്ടത് സെൻറ്ററിൽ ഒരു ഹോൾ ഇടണം. അപ്പം ഞാനിവിടെ നോസിലാണ് എടുക്കുന്നത്. നോസിൽ കുറച്ച് മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്താൽ ആ സെൻറ്ററിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അതും കട്ട് ചെയ്തു. പിന്നെ ഞാൻ വേറെ മെത്തേഡാണ് പറയണത്. ഇതേപോലെ കയ്യിൽ വെച്ച് റോൾ ചെയ്ത് എടുത്ത് ക്രാക്കൊന്നും വീഴാതെ നല്ല സ്മൂത്ത് ആയിട്ട് എടുത്ത് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാം. ഒന്നിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കാണിച്ച് നന്നായിട്ട് പരത്തി ആ റൗണ്ട് ഷേപ്പിൽ കിട്ടുമ്പോൾ ഒന്ന് കട്ടർ വെച്ച് സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്താൽ ഇങ്ങനെയും ചെയ്യാം. ഈ 2 മെത്തേഡും ഞാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെയും ചെയ്യാറുണ്ട്, ഫസ്റ്റ് കാണിച്ച മെത്തേഡും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്താൽ മതി. അങ്ങനെ എല്ലാം ഈ ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഡോൺസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ കട്ട് എടുക്കണേനു. കണ്ടില്ലേ, റൗണ്ട് ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. അങ്ങനെ ഓരോന്നും നമുക്ക് പെരക്കി ഇങ്ങനെ ഇടാം. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ മാത്രം മറിച്ചിട്ടാൽ മതി. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, കാരണം തീ കൂട്ടി വെച്ചാൽ ഉള്ളും വേവൂല, പിന്നെ കരിഞ്ഞും പോവും. അപ്പോൾ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം, എന്നാലേ നമ്മുടെ ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പയ്യെ മറിച്ചിട്ട് ഈ സൈഡും കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരും.
അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ ഓടി വരും ഡോണറ്റ്സ് റെഡി ആയെന്നൊക്കെ ചോദിച്ച്. അതുവരെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇതിന് നല്ല സ്മെല്ലാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ ഡോണറ്റ്സ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗൾ നല്ല ക്ലീനാണ്, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇവിടെ വൈറ്റ് കോമ്പൗണ്ട് 2 പീസാണ് എടുത്തത്, ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് പീസുകളാക്കി ഇങ്ങനെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. ഫസ്റ്റ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് ആ വെള്ളത്തിൻ്റെ ആവി അടിച്ച് ഇത് മെൽട്ടായിക്കോളും. ഇപ്പം നമ്മൾ എടുക്കുന്ന സ്പൂണിലും വെള്ളം ഒന്നും പാടില്ല, വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമ്മുടെ ചോക്ലേറ്റ് കട്ടയായി പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് മെൽട്ടാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് മെൽട്ടായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ലോണം ഇതേപോലെ ഇങ്ങനെ നല്ല മെൽട്ടായിട്ട് വരും. അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പറഞ്ഞാണ്. അപ്പോൾ അവരുടെ കളർ തീം ഉണ്ട്. അപ്പോൾ ആ കളറാണ് ഞാനിതിൽ ആഡ് ചെയ്യണത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. കളറൊക്കെ ഇടണമെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം കളറൊക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോന്നും ഡിപ്പ് ചെയ്ത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓരോ ഡോണറ്റ്സും ഇങ്ങനെ പയ്യെ മുക്കി കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എടുത്ത് പ്ലേറ്റിലോട്ട് ഓരോന്നും ഒന്നിനെയും മുട്ടാത്ത രീതിയിൽ വെക്കണം. ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് വല്ല ആവശ്യം വന്നെയാണെങ്കിൽ ഇത് സെറ്റാവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ വേഗം ഇത് സെറ്റായി കിട്ടും. അല്ലെങ്കിൽ പുറത്തിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ സെറ്റായി കിട്ടുള്ളൂ. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഡെക്കറേഷന് സൈഡിൽ ഇങ്ങനെ ഇറങ്ങിയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബീഡ്സ് ഇടും. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞ്. ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ഡയറി മിൽക്കൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിങ്ങനെ ഡിപ്പ് ചെയ്ത് മുക്കിയെടുക്കുകയും അല്ലെങ്കിൽ കുറച്ച് തേച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചൂടനെ തന്നെ അതിൽ സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.